സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കൂട്ടുകാരോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒരു ബിഗ് താങ്ക്സ്. കാരണം നമ്മുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നതായി. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി, സ്നേഹം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തൊരു വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. ബിക്കോസ് ഇതെല്ലാവർക്കും അങ്ങനെ കിട്ടുന്നതല്ല, കുറേ പേര് കഷ്ടപ്പെട്ട് കിട്ടുന്നു. അപ്പോൾ ഒരു മാസത്തോളം ഞാനൊരു വീഡിയോ ഇടാതെ കഷ്ടപ്പെടാതെ ഇരിക്കുന്നൊരു സമയത്താണ് എനിക്ക് ഈ 2000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. കാരണം എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ അത് വേറൊരു കഥയാണ്, പറയാതെ നിന്നാൽ വീഡിയോ കുറേ മുന്നോട്ട് പോകും. ഓക്കെ, അങ്ങനെ പൊട്ടി. ഒരു മാസത്തെ കാലയളവിൽ ഞാനൊന്നും അറിഞ്ഞില്ല യൂട്യൂബിൽ നടന്നതൊന്നും. പക്ഷേ എൻ്റെ വീഡിയോ ഇങ്ങനെ കുറച്ചൊക്കെ കയറിപ്പോയി, സബ്സ്ക്രൈബേഴ്സും കയറി വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഫോൺ കിട്ടിയത്. അപ്പം യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ അതാ കിടക്കുന്നു, 2000 സബ്സ്ക്രൈബേഴ്സ് എത്താനായി. അപ്പോൾ 2 ദിവസം മുന്നെയാണ് 2000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എൻറ്റമാലാഘ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസോ എന്ത് കാര്യം പച്ചത്തറി ഒഴിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ആനിമേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇഫക്റ്റ് എടുക്കാം, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം, നേരെ ഫ്രാക്ചർ വാപ്പ് എന്ന് കാണും, സെർച്ച് ചെയ്യാം. ഫ്രാക്ചർ വാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇഫക്റ്റ് എടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. അപ്പം പൊസിഷൻ ഉണ്ടാവും, ഈ പാരലാക്സ് ഉണ്ടാവും, ഒന്നും ചെയ്യണ്ട. മാഗ്നിറ്റ്യൂഡ് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് ഒന്ന് 0.020 മതി. പിന്നെ ഡീറ്റെയിൽ എന്ന് കാണും, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുക്കുക. അവസാനം നമ്മുടെ ഡ്യൂറേഷൻ 2 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 1.04 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ 4th ഓപ്ഷൻ ഉണ്ട്, 3, 4, 5th ഓപ്ഷൻ ലാക്കുനാരിറ്റി എന്ന് പറയും. അപ്പോൾ അതൊന്ന് 70 വെച്ച് കൊടുക്കാം. അതുപോലെ താഴത്തെ ഒരു ഓപ്ഷനാണ് സ്ക്രീൻ സ്പേസ്, അത് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ താഴത്തെ ഓപ്ഷൻ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഇത്ര ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ കാണിച്ച ഫസ്റ്റ് ഉള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ചെയ്തു. സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റ് ആനിമേഷൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെക്സ്റ്റ് ആനിമേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോയിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റ് എടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ്. ഇപ്പോൾ സ്റ്റാർട്ടിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, then കുറച്ച് അങ്ങോട്ട് മാറി നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഇഫക്റ്റ് തീർക്കേണ്ടത് അവിടെ വെച്ചിട്ട് 100 ആക്കി കൊടുക്കുക. താഴെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഓപ്സെറ്റ് എന്ന് കാണും, ഓപ്സെറ്റ് y ആക്സിസ് ഒന്ന് 20 ആക്കി കൊടുക്കുക. താഴെ സ്കെയിൽ എന്ന് കാണും, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, തുടക്കത്തിൽ പോവുക, മൈനസ് ചെയ്യുക, ആൽഫ എടുക്കുക, ആൽഫയും മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ആനിമേഷൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത്. ഇനി മൂന്നാമത്തെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്നാമത്തെ ടെക്സ്റ്റ് ആനിമേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് എഫക്റ്റ് പോവുക, വൈപ്പ് എന്ന് സെർച്ച് ചെയ്യുക. വൈപ്പ് പോയോ, വൈപ്പ് എടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. അപ്പം എൻഡ് എടുക്കുക, എൻഡിൽ ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. നമുക്ക് എവിടെ വെച്ചാൽ അത് വൈപ്പ് ചെയ്ത് പോകേണ്ടത് അവിടെ മറ്റൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ തുടക്കത്തിൽ പോവുക, എൻഡ് ഇങ്ങനെ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0 ആക്കി. ദെൻ നമ്മുടെ ഫിദർ എന്ന് പറയുന്നൊരു 4ാമത്തെ ഓപ്ഷനിൽ അതൊന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ സ്റ്റെപ്സിൽ നമ്മളിതായി ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ഇവിടെ ചെയ്തു.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ കീ ഫ്രെയിം കുറച്ച് നീട്ടി വെച്ചാൽ ഇത് കുറച്ച് പതുക്കെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ടെക്സ്റ്റ് ആനിമേഷനും സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ആനിമേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലെ സിമ്പിൾ ടെക്സ്റ്റ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.